Hello, good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? 6 പേരുണ്ടായിരുന്നല്ലോ നേരത്തെ ക്ലാസ്സില്, അല്ലേ? ഉണ്ടായിരുന്നോ? അത് ശരി. ഷാരോൺ? എന്താ 4 പേര് മിസ്സേ? ആ, 4 പേരേ ഉള്ളായിരുന്നു. 4 പേരുള്ളായിരുന്നോ? നേരത്തെ ക്ലാസ്സിൽ 6 പേരുണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു. 6 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ 6 കാണും. ആ, ഷാരോൺ അല്ല, ജാസ്മിൻ. ടീച്ചർ ഇവിടെ ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ. അതായത് ശരിക്കും പറഞ്ഞ നിങ്ങളുടെ ക്ലാസ്സുകളില്ലേ ഇനി 2 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. അതായത് 10:30 to 11:30, പിന്നെ 11:30 to 12:30 കേട്ടോ. അതായത് 2 hours കണ്ടിന്യൂസ് ആയിട്ടാണ് ക്ലാസ്. 2 ടീച്ചേഴ്സ് മാറി മാറി, അതായത് ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല. 2 hours ആക്കി മാറ്റിയേക്കാണ് ക്ലാസ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ് 11:30 സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ, പക്ഷെ ടീച്ചർക്ക് അറിയില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ആ ഒരു ടൈമില് ഒരു ഇത് സംഭവിച്ചതാണ്. 11:30 ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ അപ്പോഴേക്കും ലീവ് ചെയ്ത് പോയി, എല്ലാവരും പോയി കളഞ്ഞു. അതുകൊണ്ടാ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരാളോട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗ്രൂപ്പോ നിങ്ങൾ സ്വന്തമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യായിരുന്നു. പക്ഷെ പറ്റിയില്ല. ടീച്ചർ ചോദിച്ചപ്പം 12 മണിക്കാണെന്ന്. ടീച്ചറുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് വന്ന ഒരു മിസ്റ്റേക്ക്. അതായത് ടീച്ചർ ടൈം നോക്കിയില്ല. അടുത്ത ടീച്ചർ എത്ര മണിക്കാ കയറണേ എന്നുള്ള ടൈം നോക്കിയില്ല. 10:30 to 11:30, 11:30 to 12:30 എന്റെ ക്ലാസ് ആയിരുന്നേ. ടീച്ചർ ആ ടൈം ശ്രദ്ധിച്ചില്ല. ടീച്ചറിന്റെ ടൈം ടേബിൾ ആണ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. മനസ്സിലായോ? അത് നാളെ തൊട്ടും അത് തന്നെ. അതെ അതെ. ഇനി മുതൽ 2 മണിക്കൂറാണ് ക്ലാസ് എന്നാ പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് ഉള്ള ക്ലാസ് 2 മണിക്കൂറാണ്. അപ്പോ കണ്ടിന്യൂസ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് അവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബ്രേക്ക് 5 മിനിറ്റ് നിങ്ങൾക്ക് തരാറുണ്ടല്ലോ, 5 ചിലപ്പോൾ 6 മിനിറ്റ് ഒക്കെ തരാറുണ്ട്. അതുണ്ടാവില്ല. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക. അതായത് നിങ്ങൾ ലീവ് ചെയ്ത് പോകണ്ട എന്നാണ് പറഞ്ഞത്. ലീവ് ചെയ്ത് പോകണ്ട, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് അവിടെ ഇരുന്നോ. അടുത്ത ആളപ്പം തന്നെ ഇയാളൊന്ന് മാറി കിട്ടാൻ ഉള്ള സമയം മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല. ഇന്ന് ശരിക്കും അങ്ങനെ വരണ്ടേ, ഞാൻ അവിടെ നിൽക്കണ്ടായിരുന്നു. ഞാൻ ഇവിടെ അടുത്ത് വന്ന് നിൽക്കുകയും ചെയ്തു. പക്ഷെ നിങ്ങളുടെ അടുത്ത് 12 മണിക്കെന്ന് പറഞ്ഞതെന്നാണ് ടീച്ചർ പറഞ്ഞത്. അത് ടീച്ചർക്ക് വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ടീച്ചറെ ടൈം ഡ്യൂറേഷൻ നോക്കിയില്ലായിരുന്നു. ടൈമിൽ ആ ഒരു വ്യത്യാസം വരുത്തിയത് ടീച്ചർ കണ്ടില്ല. അപ്പൊ ടീച്ചർ ഇനി 12 മണിക്കേ ക്ലാസ് ഉള്ളൂ എന്നാണ് നിങ്ങളോട് ഇൻഫോം ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾ പോയത്. അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, അത് ഞാൻ പറഞ്ഞതാണ്. ഇന്നിപ്പോ അപ്പൊ എനിക്ക് 12:30 വരെയാണ് എന്റെ ക്ലാസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്നിപ്പോ എന്തായാലും 1 മണി വരെ എടുക്കും. കാരണം നിങ്ങൾ നമ്മുടെ ഒരു ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1 മണി വരെ ഇന്ന് ക്ലാസ് എടുക്കാം. അത് ആദ്യം തന്നെ പറഞ്ഞത്. ചിലപ്പോ ഞാൻ ഇത് കഴിയുമ്പോൾ ഞാനും ഓടിപ്പോവേ മറന്നുപോവേ. അതുകൊണ്ടാണ്. അപ്പൊ എത്ര മണി കഴിഞ്ഞാൽ 10:30 to 12:30 വരെയാണ് നിങ്ങളുടെ വിത്തൗട്ട് ബ്രേക്ക് ക്ലാസ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും?
ഓക്കെ. യെസ് ടീച്ചർ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മള് കുറച്ച് അബ്രീവിയേഷൻസ് ആണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അബ്രീവിയേഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി പതുക്കെ അങ്ങോട്ട് പോയാൽ മതി. കുറച്ച് ഇനി ഫുള്ളും ആ ടോപ്പിക് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇനിയുള്ളത് മുഴുവനും ഇതുപോലെയുള്ള ചില നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്താ പറയാ വർക്കേഴ്സുമായിട്ടോ അതില്ലെങ്കിൽ മറ്റു സ്റ്റാഫ്സുമായിട്ടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അവരെന്തെങ്കിലും ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻസ് വേണ്ടിയിട്ടും ഒക്കെ എന്താണ് അവരുപയോഗിക്കുന്ന ചില കാര്യങ്ങൾ മെഡിക്കൽ ടേംസ് ഒക്കെ കുറച്ച് ചിലപ്പോൾ വലുതായിരിക്കും. അതിനെയൊക്കെ ഷോർട്ട് ആക്കി ചില പ്രിഫിക്സുകളും സഫിക്സുകളും ഒക്കെ ആഡ് ചെയ്ത് അതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു മെഡിക്കൽ ടേമിന്റെ അതിൻ്റെതായ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടേംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര സ്പീഡിലൊന്നും പോകണ്ട. ഇത് ഫുള്ളും ഇനി അത് തന്നെയാണ്. നമുക്ക് അത് പതുക്കെ 2 പേജസും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാം. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ അവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ അകത്ത് എക്സ്ട്രാ നമുക്ക് എന്താ പറയാ ആ മെഡിക്കൽ ടേമിന് എക്സാമ്പിൾ കൂടി എന്താ പറയാ എഴുതുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് മനസ്സിൽ ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അങ്ങനെയും കൂടി ഒക്കെ എഴുതി അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 2 പേജസിൽ എഴുതിയിരിക്കുന്ന പ്രിഫിക്സുകൾ അബ്രീവിയേഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിഫിക്സുകൾ 2 പേജിന്റെ ആണ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. അത് നമ്മൾ നോട്ട് ചെയ്തോളാം. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു അല്ലെ. അതിന്റെ ഉത്തരമൊക്കെ നിങ്ങൾ എഴുതിയോ? ഉത്തരമൊക്കെ നമ്മൾ വായിച്ചതല്ലേ? ആൻസർ ഒക്കെ വായിച്ചോ? വായിച്ചായിരിക്കും. എല്ലാത്തിന്റെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ നമുക്ക് അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇനി നമ്മള് എന്താ പറയാ കുറച്ച് 2 പേജസിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് ഇതിന്റെയൊക്കെ നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് അടക്കമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സിസ്റ്റിന്റെ എന്താ പറഞ്ഞത്? സിസ്റ്റിന്റെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? സിസ്റ്റ് CYST എന്ന് പറയുന്നത് അതിന്റെ മീനിങ് എന്തോ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? റിലേറ്റിംഗ് ടു ബ്ലാഡർ. ബ്ലാഡർ റിലേറ്റഡ് ആണ് കേട്ടാ. സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്ന ഒരു വേർഡ് ആണ് അതിന് വേണ്ടിയിട്ട് അവര് മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്നത് കേട്ടാ. സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് അത് എന്താ പറയാ ബ്ലാഡർ റിലേറ്റഡ് ആണ്. സിസ്റ്റോസ്കോപ്പി ആണ് അതിന്റെ മീനിങ്. അതൊന്ന് അവിടെ എഴുതി വെച്ചേ. എന്താണ് സിസ്റ്റോസ്കോപ്പി നോക്കിയേ? എക്സാമിനേഷൻ ഓഫ് ദ ബ്ലാഡർ ആൻഡ് യുറേത്ര യൂസിങ് എ സിസ്റ്റോസ്കോപ്പ്. അതായത് എന്തെങ്കിലും ഒരു സിസ്റ്റോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് മെഷീൻ അത് ഇൻസെർട്ട് ചെയ്തിട്ട് ഏതിലേക്ക് യുറേത്രയിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള ബ്ലാഡറും അതുപോലെ യുറേത്രയൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു പ്രോസസ്സാണ് സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത്. അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സിസ്റ്റോസ്കോപ്പി ഇന്നലെ എഴുതിയായിരുന്നോ നമ്മള്? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് വേഗം എഴുതി വെക്കുക കേട്ടോ. എക്സാമിനേഷൻ അത് നോട്ടിലോ എവിടെയെങ്കിലും എഴുതി വെക്കുക കേട്ടാ. സിസ്റ്റ് ഒരു /O ആണ്. 30ാമത്തെ ആണ് നമ്മൾ പറയുന്നത്. സോറി 31ാമത്തെ ആണ് നമ്മൾ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് നോട്ട് ചെയ്ത് അതിന്റെ ആ മീനിങ്ങും അതുപോലെ ഉപയോഗിക്കുന്ന വേർഡ് എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡും അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ ഒരു ഇതിന്റെ മീനിങ് എന്താണെന്നും കൂടി അത് ഒന്ന് നോട്ട് ചെയ്യാം. പറയുന്നതിന്റെ നോട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് എക്സാമിന് നമുക്ക് ചോദിക്കാവുന്ന പറ്റുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് തരണേ. എല്ലാം നമുക്ക് ഇങ്ങനെ വായിച്ച് പഠിക്കുക എന്നുള്ളത് ആവശ്യമില്ല നമുക്ക്. നമ്മളതൊന്ന് ജസ്റ്റ് അവരൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ പ്രിഫിക്സുകളൊക്കെ ചേർത്തിട്ട് എന്തൊക്കെ പുതിയ വേർഡുകളാണ് ഉണ്ടാക്കിയിരിക്കുന്ന മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സിസ്റ്റോസ്കോപ്പി അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കട്ടാ. എക്സാമിനേഷൻ ഓഫ് ഞാൻ പറയുന്നതിന്റെ ഷോർട്ടാക്കി എഴുതിയാൽ മതി, ഫുള്ളൊന്നും എഴുതണ്ട. എക്സാമിനേഷൻ ഓഫ് ബ്ലാഡർ ആൻഡ് യുറേത്ര ഒന്ന് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് പോകുക. അതല്ലാതെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി നമുക്ക്. ഇല്ലാതെ എനിക്ക് ഇവിടെ ഇനി കൂടുതൽ എക്സ്പ്ലനേഷന് സാധ്യതയില്ലാത്തൊരു മേഖലയാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ ഈ 2 പേജസ് എഴുതാൻ പറ്റുന്നുണ്ടോ? എക്സാമിനേഷൻ ഓഫ് എഴുതാൻ പറ്റല്ലേ? കാണുന്നുണ്ടോ? ഓഫ് ബ്ലാഡർ ആൻഡ് യുറേത്ര. Examination of bladder and urethra using cytoscope. Cytoscope ഒരു മെഷീൻ ആയിരിക്കും, ചെറുത്. Cytoscope inserted into urethra. അത്രയും മതി.
ഇൻസെർട്ടഡ് ഇൻ ടു യുറേത്ര. യുറേത്രയിൽ ഇൻസെർട്ട് ചെയ്ത് സൈറ്റോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഉപകരണം, ഒരു ടൂള് ഇൻസെർട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ബ്ലാഡറും യുറേത്രയൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി നിരീക്ഷിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് കേട്ടോ സൈറ്റോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി ഡെർമാറ്റ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയതാ അല്ലെ? ഡെർമാറ്റ് എഴുതിയതല്ലേ? എന്തിനാ ഉപയോഗിക്കണേ? എന്താ അതിന്റെ മീനിങ്? എന്താ? ഡെർമറ്റോളജിസ്റ്റ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന, വിച്ച് ഈസ് റിലേറ്റഡ് ടു സ്കിൻ അല്ലെ? സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ് ഡെർമാറ്റ് ഓ എന്ന് പറയുന്നത്. അത് ഡെർമറ്റോളജിസ്റ്റ് ആണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഡയ, DIA, ഡയ, ത്രൂ, കംപ്ലീറ്റ്ലി എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരിക. ഡയ നോട്ട് ചെയ്യാം, DIA, ഡയ, കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ത്രൂ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. അതിനെ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽസിൽ, ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ഡയഗ്നോസിസ് ആണ് കേട്ടോ. ഡയഗ്നോസിസ്, DIAGNOSIS, ഡയഗ്നോസിസ്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതൊക്കെ കോമൺ ആയിട്ടുള്ളതാണല്ലോ, ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതെന്താ ഡയഗ്നോസിസ്? നമ്മൾ അറിയാം, രോഗത്തിന്റെ വിവരം തിരക്കുന്നത്. ഒരു ശരീരത്തില് ഒരു പേഷ്യന്റ് വരുമ്പോ ആ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അത് ഡയഗ്നോസിസ് ചെയ്യുക. ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് എ ഡിസീസ്, അത്ര എഴുതിയാൽ മതി. ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് എ ഡിസീസ്, അതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് എ ഡിസീസ്. അടുത്തത് EPI, ലാസ്റ്റത്തെ ആ പേജിലെ ലാസ്റ്റത്തെ 42, 42ാമത്തേതാണ്. അതിന്റെ മീനിങ് എന്താ? എപ്പി കണ്ടോ നിങ്ങള്? അപ്പോൺ ഓർ ഓൺ എന്നൊക്കെയാണ് അതിനുപയോഗിക്കുന്ന. അതിന്റെ എക്സാമ്പിൾ എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് ഒന്ന് എഴുതി വെച്ചേക്കാം. എപ്പിഡെർമിസ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരാം. കുറച്ച് മാത്രമേ ഞാൻ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് തരുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണം. എപ്പിഡെർമിസ്, അതിന്റെ മീനിങ് എഴുതിക്കോ. ഏതാണെന്നറിയാമോ? അതിന്റെ നമ്മളുടെ സ്കിന്നിന്റെ ഏറ്റവും പുറത്തുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് സ്കിന്നിന്റെ. അതിനെയാണ് എപ്പിഡെർമിസ് എന്ന് വിളിക്കുക കേട്ടാ. ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ സ്കിൻ. ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ സ്കിൻ. നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് പല കാര്യങ്ങളും, പല ഇഞ്ചുറീസ് ഒക്കെ ചില നടക്കുന്ന സമയത്തെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിന്നിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട്, ആ ലെയറിനെയാണ് നമ്മൾ ഇത് വിളിക്കുക എപ്പിഡെർമിസ് എന്ന് വിളിക്കുക. എപ്പിഡെർമിസ്. ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സ്കിൻ. എഴുതിയോ? ഓക്കെ. അപ്പൊ ഈ പേജിൽ ഇത്രയും കാര്യങ്ങളാണ്. ഞാനിപ്പോ ഒരു 4 ഇതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്ന് രണ്ടെണ്ണം മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സൈറ്റോസ്കോപ്പി എന്ന് പറയുന്നത്, റിലേറ്റിംഗ് ടു ബ്ലഡ്, ദാറ്റ് ഈസ് സിസ്റ്റ്. പിന്നെ ഡെർമറ്റോളജിസ്റ്റ്, ഡെർമാറ്റ് റിലേറ്റിംഗ് ടു സ്കിൻ. പിന്നെ ഡയ എന്ന് പറയുന്നത് ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടതാണ്. എപ്പി എന്ന് പറയുന്നത് അപ്പോൺ അല്ലെങ്കിൽ ഓൺ എന്ന മീനിങ് വരുന്ന ഒരു പ്രിഫിക്സ് ആണ്. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്ന മെഡിക്കൽ ടേം എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ സ്കിൻ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. എന്തായാലും നോട്ട് ഉണ്ടല്ലോ അല്ലെ? നോട്ട് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടായാ? ഞാനത് ഓപ്പൺ ആക്കേണ്ടി വരുമോ? ഇത് ഓപ്പൺ ആക്കിയാൽ മറ്റേത് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. 2 മറ്റേട്ടായും നമുക്ക് പറ്റില്ല. വേണ്ട, ഞാൻ ഇവിടെ പറയുമ്പോ നിങ്ങൾ കാണിച്ചു തരാമല്ലോ. അപ്പൊ ഇത് മതിയല്ലോ, കാണിക്കുന്നുണ്ട്. അപ്പൊ അടുത്തത് 43ാമത്തെ 43 ആണ് കേട്ടാ. എറിത്തർ എന്ന് പറയുന്നതാണ് അടുത്തത്. ERYTHR ആണ്. അതിന്റെ കൂടെ /O ഉണ്ട്. ഒക്കെ സ്ലാഷ് ആണ്, മറക്കരുത്. എറിത്തർ, അത് എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രിഫിക്സ് ഉപയോഗിക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ, കളർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ്. എഴുതിയെടുക്കാം. എറിത്തർ.
സ്ക്രീനിൽ കാണുന്നുണ്ട്. ERYTHR/O ആണ്. റെഡ് ആണ് അതിന്റെ മീനിങ്. റെഡ് എന്നാണ് അതിന്റെ മീനിങ്. എറിത്തർ ഓ റെഡ്. അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എറിത്രോസൈറ്റ്. ERYTHROCYTE എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെഡ് ബ്ലഡ് സെല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നോക്കത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. റെഡ് ബ്ലഡ് സെല്ല് അതിന്റെ എന്താണ് എറിത്രോസൈറ്റ് എന്ന് കൂടി അവിടെ എഴുതി വെച്ചേക്കാം കേട്ടോ. റെഡ് ബ്ലഡ് സെൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എറിത്രോസൈറ്റ്, റെഡ് ബ്ലഡ് സെൽ. ഓക്കെ, അടുത്തത് EU ആണ്. ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നുള്ള ആ ഒരു കാര്യങ്ങൾക്ക് മീനിങ് ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് EU എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ചേർക്കാം. അത് നോട്ട് ചെയ്യണം എന്നില്ല. EU, ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ, ഇത് വളരെ എന്താ പറയാ നല്ലത് എന്നൊക്കെ പറയാം, യൂഷ്വൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ക്വൈറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് EU എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾ നോട്ട് ചെയ്യണം, കാരണം അത് രണ്ടെണ്ണം ഒരേ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അത്തരം പ്രിഫിക്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒന്ന് X/Oയും അടുത്തത് എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സും. XO എന്ന് അതും അതുപോലെ എക്സ്ട്രാ രണ്ടിന്റെയും മീനിങ് ഇൻ അഡീഷൻ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ, അതിന് പുറമെ, എക്സ്റ്റീരിയർ പുറമെ എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കാം. രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയാൽ മതി. EX/O പിന്നെ എക്സ്ട്രാ. EX/O എക്സ്ട്രാ. ബിയോണ്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. എക്സ്റ്റീരിയർ, ബിയോണ്ട്, അതിനപ്പുറം എന്നൊക്കെയാണ്. എക്സ് അതുപോലെ തന്നെ എക്സ്ട്രാ. എക്സ്പിരേഷൻ ആണ് അതിന് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കേട്ടാ. എക്സ്പിരേഷൻ, EX എന്ന് പറയുന്നത് ചേർത്തിട്ട് അവരൊരു ആ ഒരു പ്രിഫിക്സ് ചേർത്തിട്ട് എക്സ്പിരേഷൻ. എന്താ മീനിങ് നോക്ക്. എക്സ്കലേഷൻ ഓഫ് എയർ ആണ് കേട്ടോ. നമ്മളുടെ ലങ്സിനെയൊക്കെ എന്താ പറയാ ഇതാക്കാൻ വേണ്ടി എന്താ പറയാ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്, എക്സലേഷൻ ആണ്. EXHALATION എക്സലേഷൻ. എക്സലേഷൻ H സൈലന്റ് ആണ്. എക്സലേഷൻ ആണ്, പക്ഷെ H സൈലന്റ് ആണ്. എക്സലേഷൻ ഓഫ് കോസിംഗ് എയർ ടു ലങ്സ്. കോസിംഗ് എയർ ടു ലങ്സ്, അതെന്താണ് അതിന്റെ മീനിങ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ എഴുതി വെച്ചേക്കാം. എക്സലേഷൻ ഓഫ് കോസിംഗ് എയർ ടു ലങ്സ്. ഓക്കെ, അടുത്തത് ഏതാ? അപ്പൊ X/Oയും അതുപോലെ എക്സ്ട്രായും രണ്ടും ഒരേ മീനിങ് വരുന്ന പ്രിഫിക്സുകളാണ്. എക്സ്റ്റീരിയർ, ബിയോണ്ട്, ഇൻ അഡീഷൻ ടു എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേം എന്ന് പറയുന്നത് എക്സ്പിരേഷൻ ആണ്, വിച്ച് ഈസ് എക്സലേഷൻ ഓഫ് എയർ ടു ലങ്സ്. ലങ്സിലേക്ക് എയർ ഇങ്ങനെ പാസ് ചെയ്യുന്ന ആ ഒരു കോസിങ്, അതിന് കാരണമാകുന്ന ഒരു സംഭവം എക്സലേഷൻ. ആ ഒരു നമ്മൾ ശ്വാസമൊക്കെ എടുക്കുന്ന സമയത്തെ അതാണ്. ഇനി അടുത്തത് ഏതാ? GASTR, ഗാസ്റ്റർ, പിന്നെ /O ആണ്. ഗാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വിച്ച് ഈസ് റിലേറ്റഡ് ടു സ്റ്റോമക് ആണ് കേട്ടാ. ഗ്യാസ്ട്രോ ആൻഡ്രോമോളജി നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ പഠിച്ചപ്പോ അതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് വരുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസിനകത്ത് വരുന്ന ഒരു ഇതായിരുന്നു ഗ്യാസ്ട്രോ ആൻഡ്രോമോളജി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോമക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ മീനിങ് അങ്ങനെ നോക്കി അത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഗ്ലൈക്കോ, ഗ്ലൂക്കോസ് അല്ലെ, ഷുഗർ, അതൊക്കെ അങ്ങനെ പഠിക്കാൻ പറ്റും. ഗ്ലൈക്കോ, GLYCO, ഷുഗർ, അതാണ് അതിന്റെ മീനിങ് വരുന്നത്. അടുത്തത് GYNEC, ഗൈനക്, എന്താണ്? റിലേറ്റിംഗ് ടു ഗൈനക്, ഗൈനക്കോളജി. അതിന്റെ അത് സ്പെഷ്യലായിട്ട് ഞാൻ എഴുതുന്നില്ല, കാരണം അത് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും.
എന്നാൽ കുറച്ച് നമ്മൾ മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തരുന്നത്. ഓർക്കുക കേട്ടാ. റിലേറ്റിംഗ് ടു ഫിമെയിൽസ് ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഫീമെയിലുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഫീമെയിൽ എന്താ പറയാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത്, അതാണ് ഗൈനക്ക്. അതിന്റെ കൂടെ /O ഉണ്ട്, GYNEC. അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എടുത്തു പറയുന്നത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എളുപ്പവുമാണ്. നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അതേസമയം ചിലത് നമുക്ക് കണക്ട് ചെയ്യാനും അതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമാണ് ഞാൻ എഴുതി തരുന്നത്. ക്ലിയർ ആയോ പറയുന്നത്? ഓക്കെ. അടുത്തത് ഹെമറ്റ്, HEMET, ഹെമറ്റോളജി അല്ലെ. അതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹെമറ്റോളജി ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്. രണ്ടെണ്ണം അങ്ങനത്തെ പ്രിഫിക്സ് ചേർക്കുന്നതുണ്ട് റിലേറ്റിംഗ് ടു ബ്ലഡ്, ബ്ലഡുമായി റിലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അത് സെയിം ആയിട്ട് അർത്ഥം വരുന്ന രീതിയിൽ പ്രിഫിക്സുകൾ ചേർക്കുന്നത് ഒന്ന് HEMET ഹെമറ്റ്/Oയും അല്ലെങ്കിൽ HEM/Oയും, രണ്ടും ഒന്ന് തന്നെയാണ്. ഹീമോഗ്ലോബിൻ ഒക്കെ വരുന്നത് ബ്ലഡിലാണല്ലോ, അപ്പൊ അത് രണ്ടും റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടാ. രണ്ടും നോട്ട് ചെയ്യണം. എടുത്തെടുത്ത് പറയുന്നത് നോട്ട് ചെയ്യണം കേട്ടാ. റിലേറ്റിംഗ് ടു ബ്ലഡ് HE, അത് ഒരുമിച്ച് എഴുതി വെക്കാം. നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാകുമായിരിക്കും, നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തപ്പോ. അല്ലാതെ തന്നെ നിങ്ങൾ നോട്ട് ബുക്കിൽ ഇങ്ങനെയുള്ള എടുത്ത് പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. HEMET/O, അതും അതുപോലെ തന്നെ കോമയുടെ HEM/O, സെയിം മീനിങ് ആണ്. രണ്ടും റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. എഴുതിയോ? പറഞ്ഞു പോകും. ഒരുപാട് പ്രാവശ്യം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഓർമ്മയിലേക്ക് അത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഞാൻ ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് വെറുതെ വായിച്ചു പോകുന്നതിന്റെ അർത്ഥമില്ലല്ലോ. 1-2-3 പ്രാവശ്യം ഞാൻ എടുത്തെടുത്ത് പറയുന്നതും അതൊന്നും നിങ്ങളപ്പം തന്നെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കാം. അടുത്തത് അതിന്റെ രണ്ടിന്റെ ഹെമറ്റോളജി അല്ലെങ്കിൽ ഹെമറ്റ്, അതുപോലെ ഹിമോ, അതിന്റെ രണ്ടിന്റെയും നടുക്കിലായിട്ട് ഒരു പ്രിഫിക്സ് ഉണ്ട്. അതേതാ? ഹെമിസ്ഫിയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് അർത്ഥം കേട്ടോ. ഹാഫ് ആണ് അതിന്റെ മീനിങ്. അത് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി, അത് എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമില്ല. ഹെമി എന്ന് പറയുന്നത് ഹാഫ് ആണ്. നമ്മൾ അപ്പം അങ്ങനെ ഓർത്താൽ മതി. ഹെമിസ്ഫിയർ, അർദ്ധഗോളം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ അതാണ്. ഓക്കെ. അടുത്തത് ഹെപ്പാറ്റ്, HEPAT/O ആണ് റിലേറ്റിംഗ് ടു ലിവർ. ഹെപ്പറ്റോളജി അത് നമ്മൾ പഠിച്ചതാ. ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രശാഖയാണ്. ലിവർ കംപ്ലൈന്റ് അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും അതിന് ട്രീറ്റ്മെന്റ് നടത്താനും ഡയഗ്നോസിസ് ചെയ്യാനും അങ്ങനെയൊക്കെ സർജിക്കൽ ട്രീറ്റ്മെന്റുകളോ എന്തൊക്കെയായാലും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്, റിലേറ്റിംഗ് ടു ലിവർ. അപ്പൊ നമുക്ക് അങ്ങനെ പഠിക്കാം അതിന്. ഓക്കെ. അടുത്തത് HETER, അതർ, വേരിയസ് ഒന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം പോവുക. HETER വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. HOM, ഹോമോജീനിയസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മള്? ഹോമോജീനിയസ് ഒരേപോലെയുള്ളത് എന്ന് അർത്ഥമാണ് കേട്ടോ. ദ ഐഡന്റിക്കൽ അങ്ങനെ പഠിക്കാം. ഹോമോജീനിയസ്, HOM, ഹോമോജീനിയസ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു മീനിങ് ആണ് അതിന് വരിക. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പിന്നെ O/O ആണ്, വാട്ടർ ആണ്. H2O അല്ലെ. ഹൈഡ്രജൻ 2 atoms, ഓക്സിജൻ 1 atom മേക്സ് വാട്ടർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് O ആണ്, വാട്ടർ ആണ്. അടുത്തത് ഹൈപ്പർ നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിച്ച് കേട്ടേക്കുന്നതാണ്. എന്താ ഹൈപ്പർ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചതെന്ന് പറയാമോ? എക്സാമ്പിള്, ഹൈപ്പറിന് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് സ്ഥാനത്താണെന്ന് പറയാമോ? ഹൈപ്പർ വെന്റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ടോപ്പിക് തുടങ്ങിയപ്പോ പഠിച്ചു. ഹൈപ്പർ വെന്റിലേഷൻ, പിന്നെ ഹൈപ്പർ ടെൻഷൻ. വെരി ഗുഡ്. ഹൈപ്പർ ടെൻഷൻ അത് മറ്റൊരു വാക്കാണ്. അപ്പൊ ഹൈപ്പർ വെന്റിലേഷൻ ഈ ഒരു ടോപ്പിക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കേട്ടു. അതുകൂടാതെ ഹൈപ്പർ വെന്റിലേഷൻ, ഹൈപ്പർ ടെൻഷൻ എന്തായിരുന്നു പറഞ്ഞല്ലോ. ഹൈപ്പർ വെന്റിലേഷൻ എന്തായിരുന്നു? ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്. അത് തന്നെ, നമ്മളുടെ ബ്രീത്തിങ്ങിന്റെ ആ ഒരു കുറച്ച് സ്പീഡി ബ്രീത്തിങ്ങിനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് വായിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാം. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ വെന്റിലേഷൻ അല്ലെ. അതെ. പിന്നെ അടുത്തത് ഏതാ? അതിന്റെ മീനിങ് ഓവർ അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂവസ് ആണ്. കൂടുതൽ ഓവർ ആകുക എന്നൊക്കെയാണ്. സൂപ്പർ ഫ്ലൂവസ്, ഫ്ലോയിങ് കൂടുതലാകുക. ഹൈപ്പോ എന്തായിരിക്കും? അപ്പോ ഹൈപ്പോയും രണ്ടും ഓപ്പോസിറ്റ്
ഇത് സിനോണിംസ് ആയിട്ടുള്ള ഇതാണ്. ഹൈപ്പോ എന്താ അപ്പോ? സ്ലോ സ്ലോ, അതായത് ആവശ്യത്തിന് പോലും ഇല്ലാത്തത്, അഡക്വേറ്റ് അല്ലാത്തത്, ഇനാഡക്വേറ്റ് എന്നൊക്കെ ആയിരിക്കും. അതെ, ഇൻസഫിഷ്യന്റ്, ഇനാഡക്വേറ്റ്, ഇൻസഫിഷ്യന്റ് എന്ന വാക്കുകളാണ് അതിന് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഹൈപ്പോ എന്ന് പറയുന്നത് അതിന് ഉദാഹരണം അറിയോ? ഹൈപ്പോയും ഹൈപ്പർ ടെൻഷനും. ഇതേ നോക്കുക, ഹൈപ്പർ എന്ന് പറയുന്നതിനകത്ത് ഹൈപ്പർ ടെൻഷനും ഹൈപ്പോയിൽ വരുന്നത് ഹൈപ്പോ ടെൻഷനുമാണ്. ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥ എന്താ? ടെൻഷൻ ഇല്ലാത്ത. അതെ, ഹൈപ്പോടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ ഗോസ് ബിലോ ദ ഹോമിയോസ്റ്റാറ്റിക് പോയിന്റ്. അതായത് ഒരു ഹോമിയോസ്റ്റാറ്റിക് പോയിന്റ് ഉണ്ട് നമുക്ക്, അതിന്റെ താഴേക്ക് പോകുക കേട്ടാ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഹൈപ്പോ, അണ്ടർ, ഇൻസഫിഷ്യന്റ് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഹൈപ്പോടെൻഷൻ എന്നാണ് അതിന് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിള്. ഹൈപ്പോടെൻഷൻ, ഹൈപ്പോടെൻഷൻ അതിന്റെ ഒരു മീനിങ് കൂടി എഴുതി വെക്കാം. ബ്ലഡ് പ്രഷർ goes below the homeostatic points. ഓക്കെ, അടുത്തത് എന്താ? ഹിസ്റ്റർ, HYSTER/O ആണ്, റിലേറ്റിംഗ് ടു യൂട്രസ്. യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കതൊന്ന് നോട്ട് ചെയ്യാം. പാർട്സിനകത്ത് വരുന്നതാണ്. HYSTER യൂട്രസ് റിലേറ്റഡ് ആണ്, റിലേറ്റിംഗ് ടു യൂട്രസ്. ഹിസ്റ്ററെക്ടോമി, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എക്സാമ്പിൾ കേട്ടാ. ഹിസ്റ്ററെക്ടോമി അതൊരു തരം സർജറിയാണ്. സർജറി ടു റിമൂവ് ദ യൂട്രസ് ആൻഡ് സംടൈംസ് ദ സെർവിക്സ്. അതായത് എന്താ പറയാ, ചില അബ്നോർമൽ ഗ്രോത്തുകളൊക്കെ ഉണ്ടാവുമ്പോൾ അത് റിമൂവ് ചെയ്യുക, ക്യാൻസർ, അതുപോലെ യൂട്രസ് റിമൂവ് ചെയ്യുക, അതൊക്കെയാണ് അതിന്റെ. അതിന് വേണ്ടിയിട്ടുള്ള സർജറിനെയാണ് നമ്മളത് വിളിക്കുക കേട്ടാ. നോട്ട് ചെയ്ത് വെക്കുക അതൊന്ന്. ഹിസ്റ്ററെക്ടോമി, HYSTERECTOMY സ്ക്രീനിലുണ്ട്. അതിന്റെ മീനിങ് കൂടി നോട്ട് ചെയ്യാം. സർജറി ടു റിമൂവ് the uterus, and sometimes the cervix, ഓക്കെ. അടുത്തത് ഇൻഫ്രാ, ബെനീത്ത്, ഫർദർ, ഓൺ ഒക്കെ. ബെനീത്ത് താഴെ അല്ലെങ്കിൽ അപ്പുറത്ത് എന്നൊക്കെ പറയും. അതൊന്നും നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റർ, ഇൻ ദ മിഡിൽ ഓഫ്, ഇന്റർമീഡിയറി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, മിഡിൽ, മധ്യത്തിലുള്ളത്, അതൊക്കെയാണ്. ISO ഈക്വൽ എന്നാണ് അർത്ഥം കേട്ടോ. ISO അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ISO ഈക്വൽ, ലൈക്ക്. ഐസോ ഇൻഡൻസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ISO INTENSE, ഐസോ ഇൻഡൻസ്. ഓക്കെ, അതിന്റെ മീനിങ് കൂടെ ഒന്ന് എഴുതി വെക്കാം കേട്ടാ.
സോറി, ഒരു ഫോൺ നേരക്കി അത്യാവശ്യമായതുകൊണ്ടാണ്. ഓക്കെ, ഐസോ ഇന്റൻസ് ആണ് ട്ടോ. അതിന്റെ മീനിങ്ങും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. ഹാവിംഗ് ദ സെയിം ഇന്റൻസിറ്റി ആസ് അനദർ ഒബ്ജക്ട്. ഒരേപോലെയുള്ളത് കേട്ടാ, ഐസോ. അതായത് തീവ്രത ഒരേപോലെയുള്ള തീവ്രതയ്ക്ക് വരുന്നതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് ഐസോ. ഹാവിംഗ് ദ സെയിം ഇന്റൻസിറ്റി, having the same intensity as another object, as another object. Okay, എഴുതിയോ? ഓക്കെ, അടുത്തത് ലാറ്ററോ, LATERO, സൈഡ്. ലാറ്ററോ, ലാറ്ററൽ എന്ന് പറയും, പാർശ്വം, സൈഡ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ലാറ്ററൽ സൈഡ്, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് കേട്ടില്ലേ, പാർശ്വതല പരപ്പളവ്. അപ്പൊ ലാറ്ററൽ എന്ന വാക്ക് അങ്ങനെ വന്നതാണ്. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് അതിന്റെ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. വശങ്ങൾ എന്ന് ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രിഫിക്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലോക്ക്, ലൂക്ക. എന്തൊക്കെ വായിക്കും നമുക്ക്? LEUK, അത് /O ഉണ്ട്, അത് എഴുതി വെക്കണം കേട്ടാ. അതും ഒരു എന്താ പറയാ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടാണ്. എന്താ പറയാ, റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ, ഒന്ന് നോട്ട് ചെയ്താ കാണിക്കാൻ ഞാനിവിടെ. ലുക്കേമിയ. ലുക്കേമിയ, അത് തന്നെ, വിളർച്ചാരോഗം വരില്ലേ, ലൂക്കോസൈറ്റസ് അല്ലെ, ലൂക്കോസൈറ്റ്സ് എന്നാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കണേ. ലൂക്കോസൈറ്റസ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ലുക്കീമിയ, വിളർച്ച രോഗം വരുന്നത് അതെ ഇവിടെ വൈറ്റ് ആണ് കേട്ടാ. അത് ലുക്കോസൈറ്റ്, ലുക്കോസൈറ്റ് എന്നാണ്. ലുക്കോസൈറ്റസ് എന്നോ ലുക്കോസൈറ്റ് എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വൈറ്റ് ബ്ലഡ് സെൽസ് റിലേറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ WBC, WBCയുടെ ഫുൾ ഫോം അറിയാലോ അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസ്. അതുകൂടി അങ്ങോട്ട് എഴുതി വെച്ചേക്കാം. അതും ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണം. ഈ പേജിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടോ എന്ന് നോക്കിയേ. നിങ്ങളൊന്ന് എഴുതി വെച്ചിരിക്കുന്നതും ഇവിടെ കിടക്കുന്നതും കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ, കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ചിലതൊക്കെ നിങ്ങൾ അവിടെ കിടക്കുന്ന മീനിങ് മാത്രം പഠിച്ചാൽ മതി. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേം ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് അത് പഠിക്കണ്ട. അത് നമ്മൾ തരുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടാ. എക്സാമ്പിൾ ആയിട്ട് തരുന്നത് അത് മാത്രം പഠിച്ചാൽ മതി. ഒന്ന് വായിച്ചു നോക്കിയേ, ഞാനിവിടെ കാണിക്കാം. ചിലരുടെ കയ്യിൽ നോട്ടില്ല. ഓക്കെ, കുറിച്ചിട്ടുണ്ട് വെബ് ബ്രൗസറിനെ കുറിച്ച്. അതിന് ഉപയോഗ കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ഏതാണ് വെബ് ബ്രൗസർ കേട്ടോ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാമോ? വെബ് ബ്രൗസർ അതായത് നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റുകളെ ഓക്കെയോ? ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത പേജിലേക്ക് പോകാലോ. നമുക്ക് നോക്കാം. ഫുള്ള് നമുക്ക് പറ്റിയില്ലെങ്കിലും അടുത്തത് ഏതാ? ലിത്താണ്, LITH, ലിത്ത് /O ഉണ്ട്. അതിന്റെ റിലേറ്റിംഗ് ടു സ്റ്റോൺ. സ്റ്റോൺ ലിത്തോളജി. ലിത്തോളജി, ലിത്തോളജി അത് നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി. സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിച്ചാൽ മതി, ലിത്തോളജി. പിന്നെ അടുത്തത് ഏതാ? മാക്രോ. മാക്രോ
ഹ്യൂജ് എന്നാണ് കേട്ടോ, വലുത് എന്നാണ്. ലാർജ്, ഹ്യൂജ്, അത് അവിടെ എനിക്ക് തോന്നുന്നത് സ്പെല്ലിങ് മാറിപ്പോയി കിടക്കുന്നുണ്ട്. HUGE ആണ് കേട്ടോ അത്. ഹ്യൂജ് എന്ന മീനിങ് ആണ് കേട്ടോ. മാക്രോ അല്ലെങ്കിൽ നമുക്കറിയാലോ മാക്രോ ഇക്കണോമിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ? അതായത് മാക്രോ സാമ്പത്തിക ശാസ്ത്രം. ഹ്യൂജ് ആണ്, HY അല്ല, U ആണ് കേട്ടോ. ലാർജ്, ഹ്യൂജ്, ലോങ് എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. ഓക്കെ, അതൊക്കെ അങ്ങനെ മാത്രം അതിന്റെ മീനിങ് മാത്രം പഠിച്ചാൽ മതി. അടുത്ത മാൽ എന്ന് പറഞ്ഞാൽ എന്താ? മാൽ ന്യൂട്രീഷൻ. നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ നമുക്കത് ചേർക്കാറുണ്ട്. അത് എന്താണെന്നറിയോ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോഷക സമൃദ്ധമായത്, ന്യൂട്രീഷ്യസ് അല്ലെ, അങ്ങനെയൊക്കെ പറയാറില്ലേ? പോഷക സമൃദ്ധമായത്. മാൽ ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ആണ്. അത് തന്നെ, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ പോഷകക്കുറവ്, മാൽന്യൂട്രീഷൻ, ബാഡ് ഓർ അൺയൂഷ്വൽ. കണ്ടല്ലോ, അതൊക്കെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് മാൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തത് MEDI, മീഡിയം എന്നുള്ളതിന്റെയൊക്കെ ആ ഒരു ഷോർട്ട് ഫോം ആണ് MEDI എന്ന് പറയുന്നത് ചേർത്തേക്കണം. അതിന്റെ മീനിങ് മിഡിൽ എന്നാണ്. മിഡിൽ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. മെഗാ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മാക്രോ എന്ന് പറയുന്നത് അപ്പൊ ഒരുപോലെ ഉപയോഗിച്ചിരിക്കുന്നതാണ് കേട്ടോ. മെഗാ, ഹ്യൂജ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. മെഗാ അതുപോലെ തന്നെ മാക്രോ എന്ന് പറയുന്നത്. അടുത്തത് എന്താ? മെലാൻ. അത് നമ്മൾ പഠിക്കണം, അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. മെലാൻ എന്ന് പറയുന്നത് ഒരു കളർ ആണ്. അതിന്റെ കളറുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഏത് കളറാണ് മെലാൻ? ബ്ലാക്ക് ആണ്. എന്താ അതിന് നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു വേർഡ് മെലാ ചേർത്ത്? മെലാനിൻ. മെലാനിൻ കറക്റ്റ് ആണ്. മെലാനിൻ എന്ന് പറയുന്നത് എന്താ പറയാ, മെല എന്ന് പറയുന്ന വാക്ക് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രിഫിക്സ് ചേർത്ത് കഴിയുമ്പോൾ ബ്ലാക്ക് കളറിനെ സൂചിപ്പിക്കുന്നതാണ്. അതിൽ അവർ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടേം എന്ന് പറയുന്നത്, അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മെലാനിൻ തന്നെയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കാം. അത് മെലാൻ, അതിന്റെ മീനിങ് ബ്ലാക്ക് ആണ്. അതിൽ ഉപയോഗിക്കുന്ന എക്സാമ്പിള് മെലാനിൻ ആണ്. ആ മെലാനിന്റെ അർത്ഥം ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. മെലാനിൻ ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ കളർ കൊടുക്കുന്ന ഒരു സംഭവമാണ്, ഒരു പിഗ്മെന്റ്. ഇതാണ് മെലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ എവിടെ ഉണ്ടാവും? ബോഡി പാർട്സിലോ അല്ലല്ലോ. എഴുതി വെക്കാം നിങ്ങൾ, ഞാനപ്പോഴേക്കും കാണിക്കാം സ്ക്രീനില്. മെലാൻ ഇതേനോ, ബ്ലാക്ക് ആണ്. മെലാൻ/O മെലാനിൻ ആണ്. അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചേക്കാട്ടാ. പിഗ്മെന്റ് ദാറ്റ് ഗിവ്സ് ഹെയർ ആൻഡ് സ്കിൻ ഇറ്റ്സ് കളർ. മുടിക്കും നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിനും ഒക്കെ അതിൻ്റെതായ കളർ നിലനിർത്തുന്ന ഒരു സംഭവം, ആ പിഗ്മെന്റ്, അതിനെയാണ് നമ്മൾ മെലാൻ എന്ന് വിളിക്കുക. മെലാനിൻ. 71ാമത്തെ ആണ് ഈ പറയുന്നത്. മെലാൻ ബ്ലാക്ക് ആണ് അതിന്റെ മീനിങ്. മെലാനിൻ ആണ് ഉപയോഗിക്കുന്ന എക്സാമ്പിള്. അതിന്റെ എന്താ പറയാ, എക്സ്പ്ലനേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മെലാനിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിഗ്മെന്റ് ദാറ്റ് ഗിവ്സ് കളർ ടു സ്കിൻ ആൻഡ് ഹെയർ. സ്കിന്നിന്റെയും ഹെയറിന്റെ ഒക്കെ കളർ നിലനിർത്തുന്നതാണ്. അടുത്തേതാണ് വാക്ക്? MENING, മെനിങ്. എന്താണ്? റിലേറ്റിംഗ് ടു മെംബ്രെയിൻ ആണ്. നമ്മളുടെ മെംബ്രെയിനുമായിട്ട് എന്താ പറയാ, തലച്ചോറിനകത്ത് ഉള്ളതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മെനിങ്. അതങ്ങനെ തന്നെ പഠിച്ചാൽ മതി. മാക്രോന്റെ ഓപ്പോസിറ്റ് ആണ് മൈക്രോ, ടൈനി, ചെറുത്. അതിന്റെ മീനിങ് അങ്ങനെ പഠിച്ചാൽ മതി. മോണോ ഒന്ന്, സിംഗിൾ എന്നൊക്കെ പറയുന്നതിന്റെ മീനിങ് വരുന്നതാണ് മോണോ. അത് എന്താ പറയാ, സിംഗിൾ എന്ന മീനിങ് ആണ് അതിന് വരിക. അടുത്ത മിയൽ, MYEL, അതിന്റെ കൂടെ /O ഉണ്ട്. റിലേറ്റിംഗ് ടു നമ്മുടെ സ്പൈനൽ കോഡ് അതുപോലെ തന്നെ ബോൺ മാരോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടാ. അതൊക്കെ അങ്ങനെ പഠിച്ചാൽ മതി. സ്പൈനൽ കോഡ്. മിയൽ. MYO റിലേറ്റിംഗ് ടു മസിൽ ആണ്. റിലേറ്റിംഗ് ടു മസിൽ ഒന്നും വലിയ ഇതായിട്ട് പഠിക്കണ്ട, അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. അടുത്തത് നാസോ എന്താണ്? NAS, നെയ്സൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏതുമായി ബന്ധപ്പെട്ടതാ? നെയ്സൽ ഡ്രോപ്സ് എന്നാ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നോസ് റിലേറ്റഡ്. നെയ്സൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ ഒഴിക്കുന്ന തുള്ളിമരുന്ന്, അതാണ് അല്ലെ. അപ്പൊ ഒരു ഇതിൽ നിന്നാണ് ഇതിനെ ഷോർട്ടാക്കി പ്രിഫിക്സ് ചേർത്തേക്കുന്നത്. നാസ് റിലേറ്റിംഗ് ടു നോസ് ആണ്. അടുത്തത് നിയോ
നിയോ എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നീ, അത് കഴിഞ്ഞിട്ട് അതുപോലെ സ്ലാഷ് ഇട്ടിട്ട് OR ചേർത്തൊക്കെയാണ്. വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ അതിനകത്ത് ന്യൂ എന്നാണ് അതിന്റെ മീനിങ് വരിക, പുതിയത് അല്ലെ, ന്യൂ എന്ന് പറയുന്ന വാക്കാണ് വരിക. അടുത്തത് NEPHR എന്താണ്? നെഫ്രോൺ. നെഫ്രോൺ ഒക്കെ എവിടെ വരിക? കിഡ്നി. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അവയവം അതിന്റെ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ നെഫ്രോണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വരയ്ക്കുന്നതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ വരച്ചൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ അറിയാം നമുക്ക് അത് എവിടെയാണെന്നൊക്കെ. അപ്പൊ കിഡ്നിയിലാണ്, കിഡ്നിയിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. അടുത്ത ന്യൂർ, NEUR, ന്യൂർ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിന്റെ ആ ഒരു ഷോർട്ടാണ് എന്താ പറയാ NEUR, അതുപോലെ തന്നെ /O എന്ന് പറയുന്നത്. അടുത്തത് നോക്റ്റ് ആണ്, NOCT, നോക്റ്റ്. അത് നൈറ്റ് ആണ് കേട്ടാ, നൈറ്റ്. നോക്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ്. അത് നമുക്ക് എഴുതേണ്ടി വരും. അന്ന് എഴുതി വെച്ചാൽ നിങ്ങള് നൈറ്റ് ആണ്, എഴുതി വെക്കാം. ഞാൻ നോക്കാം, അത് ഇവിടെ കാണുന്നില്ല അങ്ങനെ ഒരു സംഭവം. കഴിഞ്ഞിട്ട് നോക്കാം, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കാം കേട്ടാ. അടുത്തത് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്നും അധികമില്ല. രണ്ടെണ്ണം ഒരേപോലത്തെ വരുന്നത്, രണ്ടല്ല മൂന്നെണ്ണം റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ്, മൂന്നെണ്ണം പറഞ്ഞിട്ട് കേട്ടാ. ഓർക്കിഡ്, ഓർക്കി, ഓറോ റിലേറ്റഡ് ടു ടെസ്റ്റിക്കിൾസ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ എല്ലാം. പിന്നെ ഒഫ്താൽമോ അതറിയാലോ, ഒഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ ഒഫ്താൽമോളജി ഐ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ടെസ്റ്റിക്കിൾസിന് മൂന്നെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്, ഓർക്കിഡ്, ORCHID/O, ORCHI/O ഉണ്ട്. പിന്നെ ഓറോ എന്ന് പറയുന്നത് മൂന്നും റിലേറ്റഡ് ടു ടെസ്റ്റിക്കിൾസ് ആണ്. ഓർത്തോ ഡയറക്റ്റ് ഓർ നോർമൽ, ഓർത്തോ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓസ്റ്റി റിലേറ്റിംഗ് ടു ബോൺ ആണ്, OT റിലേറ്റിംഗ് ടു ഇയർ ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അത് ഫുള്ളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ടെസ്റ്റിക്കിൾസ് മൂന്നെണ്ണം ഒരേപോലെ വരുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തേക്കാം കേട്ടോ. ഓർക്കിഡ്, ഓർക്കി ടെസ്റ്റിക്കിൾസിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി, ഞാൻ അതൊന്ന് നോക്കട്ടെ. ടീച്ചർ, ആ NOCT നൈറ്റ് ബ്ലൈൻഡ്നെസ് ആയിരിക്കും. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആകെ അതിന്റെ രോഗത്തിന്റെ ഇത് നമുക്കൊന്ന് ഇതിനകത്ത് നോക്കണം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആകാനുള്ള സാധ്യത ഉണ്ട്, അത് തന്നെയാണ്. പക്ഷെ അത് ഇവിടെ എന്റെ ഇതിനകത്ത് കാണില്ല, എന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കണ്ടേ. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണെന്നറിയാമോ? എന്താ രാത്രി ഒരു ഇത്ര സമയത്തിന് ശേഷം എന്താ അതിന് മലയാളത്തിലൊരു ഇതുണ്ടല്ലോ, മലയാളം അന്ധത മാത്രമല്ലല്ലോ, അതിന്റെ കൂടെ എന്തോ ഒരു അതന്നെ നിശാന്തത, അതാണ് കറക്റ്റ്, ശരിയാണ്, നിശാന്തത. ഇത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയം തുടങ്ങി ഇത്ര സമയം വരെ ഒരു കാഴ്ച ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ അല്ലെ, ഇതാണ് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. അത് പക്ഷെ ഈ ഗ്രൂപ്പിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി വെക്കുമ്പോ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. ഇവിടെ കാണുന്നില്ല അത്. നോ
ഇനി ഞാൻ പറഞ്ഞു സ്ഥാപിച്ചതാരാണ് അല്ലെ? അപ്പൊ യൂട്യൂബ് ആയിരിക്കും ഇതുപോലെയാണല്ലോ ഒന്ന് പേര് ചേർക്കാൻ യൂട്യൂബ് ആരാ അറിയാമോ? ഇതറിയാൻ ആരാണെന്നാണ് യൂട്യൂബർ അറിയില്ല. നോട്ട് ഞാനൊന്ന് നോക്കാം. അപ്പോഴേക്കും നിങ്ങൾ ഇതൊന്ന് നോക്കാട്ടാ. ഈ നോട്ട് ഇന്നത്തെ ഇന്ന് പഠിച്ച വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കാം. നൊക്ടേണൽ എന്ന് പറയുന്ന വാക്ക് വരും. ഏതാ? നൊക്ടേണൽ. NOCTEUD പറഞ്ഞത് വേറെ ഉണ്ട്. അതാണ് ഞാൻ നോക്കിയത്. ഒരു ഈ വരണ ഒരു പ്രിഫിക്സും കൂടി ഉണ്ട് പറഞ്ഞത്. നൈറ്റ് ടൈമാണ് പക്ഷെ അത് നൊക്ടൂറിയ, നോക്ടൂണൽ അതൊക്കെയാണ് വന്നേക്കുന്നത്. ഡ്യൂറിങ് നൈറ്റ് ആണോ അത്? നൈറ്റ് മാത്രമാണോ എന്നാ മറ്റേത് ഇല്ല അതിനകത്ത്. നിശാന്തത, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ് വന്നിട്ടില്ല. നൊക്ടൂറിയ ആണ് കേട്ടോ അതിന്റെ മീനിങ്. അവിടെ അതൊന്ന് എഴുതി വെച്ചേക്ക് കേട്ടാ. അറ്റ് നൈറ്റ്, ഡ്യൂറിങ് നൈറ്റ്, നൈറ്റ് ടൈം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മീനിങ്. അതാണ് അറ്റ് നൈറ്റ്, ഡ്യൂറിങ് നൈറ്റ്. അതിന്റെ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ നൊക്ടൂറിയ, NOCTURIA, നൊക്ടൂറിയ. അല്ലെങ്കിൽ നൊക്ടേണൽ, NOCTURNAL, നൊക്ടേണൽ. അതൊന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. നമ്മള് കൂടുതൽ ഇതിനകത്ത് എന്താ പറയാ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രിഫിക്സുകള്, പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അതല്ലാതെ നിങ്ങൾക്ക് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞ എക്സാമ്പിൾസ് സഹിതം നോട്ട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടാ. എല്ലാം കൂടി പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഓക്കെ. 2 പേജ് വെച്ച് നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് സമയവും ഉണ്ട്. കൂടാതെ എന്താ പറയാ ഇത് അങ്ങനെ ഓടിപ്പോയി നമ്മൾ എല്ലാ കുറെ പേജ് ഇങ്ങനെ വെറുതെ ഞാനും നിങ്ങളെ പോലെ തന്നെ നമ്മൾ ഞാൻ വായിച്ചാലും നിങ്ങൾ വായിച്ചാലും ഒരുപോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കുറെ പ്രാവശ്യം കേട്ടോണ്ടിരിക്കുമ്പോ മനസ്സിൽ പതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 വെച്ച് എടുക്കുന്നത്. കൂടുതൽ എടുക്കുന്നില്ല. ഇതിപ്പോ 4 പേജിലെ അബ്രിവിയേഷൻസ് ആണ് നമ്മൾ 2 ദിവസം കൊണ്ട് കേട്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് തന്നെ വീണ്ടും അത് തന്നെ ആവർത്തിച്ച് എഴുതി വെച്ചേക്കുന്ന മീനിങ്സും അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന എക്സാമ്പിൾസ് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻസ് തരുന്നില്ല, ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നില്ല. ഇതെല്ലാം കൂടി ഏകദേശം വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്താ പറയാ നോട്ട് എഴുതി തരുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് നോട്ട് തന്നോളാം. അപ്പൊ വൈകി കയറിയവരോടുകൂടി ഒന്നുകൂടി പറയാണ്, കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് 12 മണിക്കായിരുന്നില്ല, 11:30 ക്ലാസ് നിർത്തിയിട്ട് 12 മണിക്ക് വീണ്ടും 11:30 വീണ്ടും കണ്ടിന്യൂ ചെയ്ത് 12:30 വരെയാണ് ക്ലാസ്. 10:30 to 12:30 ബ്രേക്ക് ഇല്ലാതെ 2 hours ക്ലാസ് ആണ്. അപ്പോ നിങ്ങൾ ഇറങ്ങി പോകരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ചെറിയൊരു ഇത് പറ്റിയതാണ്. അപ്പൊ ഞാനതൊരു പകരം കോമ്പൻസേറ്റ് ചെയ്ത് 1 മണി വരെ എടുക്കാൻ ഉദ്ദേശിച്ചതാണ്.
അടുത്ത ദിവസം ആണെങ്കിൽ അത് വേണ്ട. നമ്മൾ 10:30 ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ 12:30 നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ടൊരു ബ്രേക്ക് ഇല്ല. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടാ. 1 മണിക്കൂറാണ് ക്ലാസ്സുകൾ ഇനി ഉള്ളത്. 2 ടീച്ചേഴ്സിന്റെ ഓരോ മണിക്കൂർ വീതമായിരിക്കും. നേരത്തെ നിങ്ങൾ അത് പെട്ടെന്ന് ലീവായി പോയി, ടീച്ചർ പറഞ്ഞപ്പോ തന്നെ ലീവായി പോയി. പിന്നെ നിങ്ങളെ അത് കോണ്ടാക്ട് ചെയ്ത് അത് തിരുത്താനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ 12 മണിക്ക് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു അരമണിക്കൂർ. നിങ്ങൾ പോയില്ല, എല്ലാവരും പോയി. അപ്പൊ 1 മണിക്കൂർ നമ്മള് ക്ലാസ് അത്രയും തന്നെ എടുത്തു. പക്ഷെ അങ്ങനെ പോകണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മറക്കരുത്. ചിലപ്പോ ടീച്ചർമാർ ചിലപ്പോ പെട്ടെന്ന് മറന്നു പോയാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഒരേ മണിക്കൂറാണ് കേട്ടോ ക്ലാസ്. ഓക്കെ, 2 മണിക്കൂർ മാറ്റിയിരുന്നു ടീച്ചർ. എന്തോ? അപ്പൊ ഇനി എല്ലാ ദിവസവും 12:30 വരെയാണല്ലേ? അതെ അതെ, 12:30 വരെ, 10:30 to 12:30 വരെ. ഓക്കെ, അപ്പൊ നിങ്ങള് ടീച്ചേഴ്സ് ചേഞ്ച് ചെയ്തോളും, നിങ്ങള് പോകരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ 4 പേജിലെയും അബ്രിവിയേഷൻസ്, പ്രിഫിക്സുകളുടെ അബ്രിവിയേഷൻസ് നിങ്ങളൊന്ന് പഠിച്ച് വെക്കാട്ടാ അടുത്ത ക്ലാസ്സിലേക്ക്. നാളെ അല്ല, ഇനി ബുധനാഴ്ച അല്ല, ഇനി വ്യാഴാഴ്ചയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. അപ്പൊ അപ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചൊക്കെ വെക്കാം. ഓക്കെ ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, ബൈ. Ice vessel, ice vessel, ice safari.